എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കേണ്ടതായ ഉലുവപ്പാലാണ്. കർക്കിടക മാസത്തിൽ ഉലുവ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. നടുവേദന ശമിപ്പിക്കാനും ദേഹബലം കൂട്ടാനും ശരീരപുഷ്ടിക്കും എല്ലു തേയ്മാനത്തിനും അങ്ങനെ പലവിധ അസുഖങ്ങളെ ചെറുക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉലുവ വേവിച്ച് കഴിക്കുന്നത്. ഉലുവ വേവിച്ച് കഴിക്കുമ്പോൾ വളരെ കയ്പാണ് ഇതിന്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മധുരമെല്ലാം ചേർത്ത് ഒരു പായസത്തിന്റെ പോലെ തന്നെ നമ്മൾ തയ്യാറാക്കി കഴിക്കുന്നതും. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് ഉലുവപ്പാല് വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഈ ഒരു ഉലുവപ്പാല് തയ്യാറാക്കി എടുക്കുമ്പോൾ 3 ദിവസമോ 5 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ കഴിക്കേണ്ടതാണ്. അത്താഴം കഴിക്കുമ്പോൾ ലഘുഭക്ഷണമാക്കി കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ഉലുവപ്പാല് കൂടി കുടിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇത് നല്ല രീതിയിൽ തന്നെ പിടിച്ചും കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ഉലുവപ്പാല് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 3 സ്പൂൺ ഉലുവയാണ് ഞാനിവിടെ തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുതിർത്തിയെടുത്തിട്ടുള്ള ഉലുവ ഒരു കുക്കറിലേക്ക് വേവിക്കാനായിട്ട് മാറ്റാം. ഉലുവ കുതിർത്തിയെടുക്കുമ്പോൾ ഒരു വെള്ളത്തോടു കൂടി തന്നെ ആയിരിക്കണം ഉലുവ വേവിച്ചെടുക്കേണ്ടതും. കുക്കർ മൂടി 3-4 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. അങ്ങനെ 4 വിസിലിന് ശേഷം കുക്കറിന്റെ എയറെല്ലാം പോയി വന്നപ്പോൾ മൂടി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഉലുവ നല്ല വെള്ളത്തോടു കൂടി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉലുവയുടെ ചൂടൊന്ന് ആറ്റിയെടുക്കണം. അതിനായിട്ട് കുറച്ചു നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ നാളികേരം ഒന്ന് തിരുമ്മിയെടുക്കാം. ഞാനിവിടെ 1 നാളികേരമാണ് തിരുമ്മിയെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും 1/2 ലിറ്റർ രണ്ടാം പാലും 250 മില്ലി ഒന്നാം പാലുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കൂടെ തന്നെ 300 ഗ്രാം ശർക്കര 1/2 ലിറ്റർ വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയും കൂടി എടുക്കണം. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരമായിട്ട് കരിപ്പട്ടിയും ഉപയോഗിക്കാവുന്നതാണ്. കരിപ്പട്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലതും. അങ്ങനെ ശർക്കരയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. ശർക്കര ഇപ്പോൾ നല്ല പോലെ തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉലുവയുടെ ചൂടും ആറി വന്നിട്ടുണ്ട്. ഇതിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല വെണ്ണ പോലെ തന്നെ അരച്ചു എടുക്കാം. ഉലുവ ദാ ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഉലുവ അരച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടാണ് നമുക്ക് കിട്ടുക. നമുക്കിതൊന്ന് മാറ്റി വെക്കണം. അതിനുശേഷം പാല് തയ്യാറാക്കി എടുക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചെറിയ തീയിൽ വെച്ചതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ള ഉലുവ പാത്രത്തിലേക്ക് മാറ്റാം. ഉലുവ മുഴുവനും പാത്രത്തിലേക്ക് ചേർക്കാനായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ വടിച്ച് ചേർക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിലെ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി തവി ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഈ സമയത്ത് നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാവുക. കട്ടകളെല്ലാം ഉടച്ച് വേണം നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ ഒരു രീതിയിലേക്ക് ഇളക്കി യോജിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉലുവ അരച്ചെടുക്കുന്ന സമയത്ത് ശർക്കര പാനി കൂടി ചേർത്ത് അരച്ചെടുത്താൽ മതിയാകും. 2-3 മിനിറ്റ് നേരം ഉലുവ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉലുവ വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ശർക്കര പാനിയാണ് അരിച്ചൊഴിച്ചു കൊടുക്കേണ്ടത്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു അളവുകൾ വെച്ചിട്ട് ഒരു 6 ഗ്ലാസ് ഉലുവപ്പാലാണ് നമുക്ക് ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കണമെങ്കിൽ ഉലുവയുടെ അളവ് കൂടുതൽ എടുത്താൽ മതിയാകും. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് വേണം ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. തവി വെച്ച് കട്ടകളെല്ലാം ഉടച്ചെടുക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടകളെല്ലാം ഉടഞ്ഞു കിട്ടും. ഉലുവ ശർക്കര പാനിയായിട്ട് നന്നായിട്ട് തന്നെ യോജിച്ച് കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ ശർക്കര പാനിയും ഉലുവയും ഒക്കെ ചേർന്ന് നന്നായിട്ട് തന്നെ കട്ടിയായി വന്നിട്ടുണ്ട്. കട്ടകളെല്ലാം ഉടഞ്ഞു വരുമ്പോഴേക്കും ഈ ഒരു അയവിനാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. രണ്ടാം പാല് 1/2 ലിറ്റർ അളവാണ് എടുത്തിട്ടുള്ളത്. രണ്ടാം പാല് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം തന്നെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. നല്ല പോലെ ഇളക്കി കൊടുത്താൽ മാത്രമാണ് കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടുന്നത്. ഈ സമയത്തും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ശർക്കര പാനിയും രണ്ടാം പാലുമായിട്ട് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് കിട്ടണം. ഈ സമയത്ത് കുറച്ച് കട്ടി കൂടുതൽ തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ട് 1 നുള്ളുപ്പും കൂടി ചേർത്തിട്ട് വേണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഉലുവപ്പാല് നല്ല പോലെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് 30 ഗ്രാം അളവിൽ കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. കൽക്കണ്ടം ചേർക്കുന്നത് നമ്മുടെ ആ ഒരു ശർക്കര പാനിയുടെ കുത്ത് ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ കൽക്കണ്ടം കൈവശമില്ലെങ്കിൽ 1 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്താലും മതിയാകും. നമ്മളിന്ന് ചെയ്യുന്ന ഈ ഒരു ഉലുവപ്പാലിന് വളരെ മധുരം കുറവാണ് കേട്ടോ. നിങ്ങൾക്ക് പ്രമേഹ രോഗമൊന്നും ഇല്ലെങ്കിൽ 400 ഗ്രാം അളവിൽ ശർക്കര എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം യോജിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉലുവപ്പാലിന്
നല്ലൊരു സ്വാദിനായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ ചുക്കും ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ച പൊടി ചേർക്കാം. വീണ്ടും ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഉലുവപ്പാല് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ദാ ഇതുപോലെ മുകളിലേക്കും താഴത്തേക്കും നന്നായിട്ട് അടി ചേർത്ത് ഇളക്കി കൊടുക്കണം. നിങ്ങളുടെ കൈവശം ഓട്ടുരുളിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ, അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഉലുവപ്പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങിയാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്ത് വേണം നമുക്കൊന്നും കൂടെ തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഒരുപാട് നേരമൊന്നും വെട്ടി തിളപ്പിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഉലുവപ്പാല് നല്ലവണ്ണം കുത്തി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 250 മില്ലി അളവിൽ 1-ാം പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഫ്ലെയിം പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കർക്കിടക മാസത്തിൽ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഉലുവപ്പാൽ ഇവിടെ റെഡിയാണ്. വളരെ കുറഞ്ഞ ചേരുവയിൽ ആർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ഉലുവപ്പാല് എല്ലാവരും വീടുകളിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കണേ. തയ്യാറാക്കി കഴിക്കുന്ന സമയത്ത് ഒന്നുകിൽ 3 ദിവസമോ ഇല്ലെങ്കിൽ 7 ദിവസമോ അതുമല്ലെങ്കിൽ 5 ദിവസമെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കി കുടിക്കണം. നിങ്ങൾക്കിപ്പോ ഉലുവ കുതിർത്തിയെടുക്കാനായിട്ട് മടിയാണെങ്കിൽ 150 ഗ്രാം ഉലുവ വാങ്ങി വെള്ളത്തിൽ കുതിർത്തി അരച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉലുവപ്പാല് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ശർക്കര പാനി ഉരുക്കി ചൂടാറ്റി ആ ഒരു അരച്ചു വെച്ചിട്ടുള്ള ഉലുവയും കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സിയുടെ ജാറിലിട്ട് കറക്കി 2-ാം പാല് ചേർത്ത് തിളപ്പിച്ച് 1-ാം പാല് ചേർത്ത് ഇറക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കുടിക്കണം. അതുപോലെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.